ഡ്രാഗൺ സ്റ്റോണിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ വലിയ മുറിയിൽ നിശബ്ദതയ്ക്ക് ഒരു പ്രത്യേക ഭാരമുണ്ടായിരുന്നു. വെസ്റ്ററോസിന്റെ ഓരോ നദികളും കോട്ടകളും നഗരങ്ങളും കൊത്തിയെടുത്ത ആ മേശയ്ക്ക് സമീപമുള്ള വലിയ അടുപ്പിൽ തീ ആളിക്കെത്തുന്നുണ്ടായിരുന്നു. ആ നിഴലുകൾ വരാനിരിക്കുന്ന വലിയ യുദ്ധങ്ങളുടെ സൂചനകൾ പോലെ തോന്നിപ്പിച്ചു. എന്നാൽ യഥാർത്ഥ യുദ്ധം നടക്കുന്നത് അവിടെയായിരുന്നില്ല, മറിച്ച് ലോകത്തിന്റെ അറ്റത്ത് മരവിപ്പിക്കുന്ന തണുപ്പുള്ള വടക്കൻ മലനിരകളിലായിരുന്നു. ബിയോണ്ട് ദ വാളിന്റെ വെളുത്ത നരകത്തിലേക്ക് ഒരു സംഘം മനുഷ്യർ നടന്നു നീങ്ങുകയായിരുന്നു. ഈസ്റ്റ് വാച്ച് ബൈ ദ സീയുടെ മതിലുകൾക്കപ്പുറത്തുള്ള കൂർത്ത പാറകൾ നിറഞ്ഞ മരവിച്ച താഴ്വരയിലൂടെയായിരുന്നു അവരുടെ യാത്ര. വൈൽഡ്ലിങ്ങുകൾ അവരുടെ ആയുധങ്ങളും ഭക്ഷണവും അടങ്ങിയ ഒരു സ്ലെഡ്ജ് വലിച്ചുകൊണ്ടുപോകുന്നുണ്ടായിരുന്നു. മഞ്ഞുമൂടിയ ഒരു വലിയ പർവ്വതം അവർക്ക് കയറേണ്ടതുണ്ടായിരുന്നു. യാത്രയ്ക്കിടയിൽ അതികഠിനമായ തണുപ്പുകൊണ്ട് വിറയ്ക്കുന്ന ജെൻട്രിയെ നോക്കി ജോൺ ചോദിച്ചു, "നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ?" ജെൻട്രി മറുപടിയൊന്നും പറയാതെ ഒന്ന് മൂളുക മാത്രം ചെയ്തു. അവന്റെ മുഖം വിളറിയിരുന്നു. അപ്പോൾ ടോർമണ്ട് ചോദിച്ചു, "മുമ്പ് എപ്പോഴെങ്കിലും വടക്കോട്ട് വന്നിട്ടുണ്ടോ?" തണുപ്പിൽ വിറച്ചുകൊണ്ട് ജെൻട്രി പറഞ്ഞു, "മഞ്ഞ് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല." ടോർമണ്ട് ഒരു വലിയ ചിരിയോടെ പറഞ്ഞു, "മനോഹരമാണ് അല്ലേ?" സംഘം വീണ്ടും വടക്കോട്ട് നടന്നു. അവർക്ക് മുന്നിലായി ഒരു വൈൽഡ്ലിംഗ് സ്കൗട്ട് പ്രദേശം നിരീക്ഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ചുറ്റും മരണം പതിയിരിക്കുന്ന ആ വെളുത്ത മരുഭൂമിയിൽ ജെൻട്രി ടോർമണ്ടിനോട് ചോദിച്ചു, "നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? നിങ്ങളുടെ വൃഷണങ്ങൾ മരവിച്ചുപോകാതെ എങ്ങനെ സൂക്ഷിക്കുന്നു?" ടോർമണ്ട് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു, "നീ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണം. അതാണ് രഹസ്യം. നടക്കുന്നത് നല്ലതാണ്, യുദ്ധം ചെയ്യുന്നത് അതിലും നല്ലതാണ്, സെക്സാണ് ഏറ്റവും മികച്ചത്." ആ മരവിപ്പിക്കുന്ന ചുറ്റുപാടിലേക്ക് നോക്കിക്കൊണ്ട് ജോൺ പറഞ്ഞു, "ഇവിടെ 100 മൈൽ ചുറ്റളവിൽ മറ്റൊരു സ്ത്രീ പോലുമില്ല." ടോർമണ്ട് ഒന്നു തിരിഞ്ഞ് ജോണിനെയും ജെൻട്രിയെയും നോക്കിയിട്ട് പറഞ്ഞു, "നമുക്കുള്ളത് വെച്ച് നാം അഡ്ജസ്റ്റ് ചെയ്യണം." ഇത് കേട്ടതും ജോൺ ജെൻട്രിയെ ഒന്നു നോക്കി. ജെൻട്രി പതുക്കെ അവരിൽ നിന്ന് അകന്നുമാറി നടക്കാൻ തുടങ്ങി. ടോർമണ്ട് തലകുലുക്കിക്കൊണ്ട് ജോണിനോട് പറഞ്ഞു, "ഇവൻ അത്ര ബുദ്ധിമാനല്ല എന്ന് തോന്നുന്നു." ജോൺ മറുപടി നൽകി, "അവൻ ശക്തനായ ഒരു പോരാളിയാണെന്നാണ് ഡാവോസ് പറയുന്നത്." ടോർമണ്ട് പറഞ്ഞു, "നല്ലത്. ബുദ്ധിമാനാകുന്നതിനേക്കാൾ പ്രധാനമാണത്." കുറച്ചുദൂരം കൂടെ നടന്ന ശേഷം ടോർമണ്ട് ജോണിനോട് ചോദിച്ചു, "നീ ആ ഡ്രാഗൺ രാജ്ഞിയെ കണ്ടു അല്ലേ? എന്നിട്ട് എന്തു സംഭവിച്ചു?" "ഞാൻ മുട്ടുകുത്തിയാൽ മാത്രമേ അവൾ നമുക്കൊപ്പം പോരാടുകയുള്ളൂ." ജോൺ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ടോർമണ്ടിന്റെ മുഖം ഗൗരവമുള്ളതായി. അവൻ പറഞ്ഞു, "നീ സ്വതന്ത്രരായ ആളുകൾക്കൊപ്പം ഒരുപാട് സമയം ചെലവഴിച്ചു. ഇപ്പോൾ നിനക്ക് മുട്ടുകുത്തുന്നത് ഇഷ്ടമല്ല." മാൻസ് റൈഡർ ഒരു വലിയ മനുഷ്യനായിരുന്നു, അഭിമാനിയായ ഒരു മനുഷ്യൻ. മതിലിനപ്പുറമുള്ള ആ രാജാവ് ഒരിക്കലും മുട്ടുകുത്തിയില്ല. മറ്റൊരു വശത്ത് ജെൻട്രി ഇപ്പോൾ തോറോസ്, ബെരിക്, സാൻഡോർ എന്നിവർക്കൊപ്പമാണ് നടക്കുന്നത്. തോറോസ് തന്റെ വീഞ്ഞുപാത്രം കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അവൻ ജെൻട്രിയോട് ചോദിച്ചു, "കുട്ടി, നിനക്കിപ്പോഴും ഞങ്ങളോട് ദേഷ്യമുണ്ടോ?" ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ജെൻട്രി പറഞ്ഞു, "നിങ്ങൾ എന്നെ ഒരു മന്ത്രവാദിനിക്ക് വിറ്റു." തോറോസ് തിരുത്തിക്കൊണ്ട് പറഞ്ഞു, "പുരോഹിത, അത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു." അപ്പോൾ ബെരിക് ഇടപെട്ടു, "ഞങ്ങളൊരു വലിയ യുദ്ധമാണ് ചെയ്യുന്നത്. യുദ്ധങ്ങൾക്ക് പണം ആവശ്യമാണ്." ജെൻട്രിയുടെ ദേഷ്യം വർദ്ധിച്ചു. അവൻ പറഞ്ഞു, "എനിക്ക് നിങ്ങളിൽ ഒരാളാകണമായിരുന്നു. എനിക്ക് ആ സംഘത്തിൽ ചേരണമായിരുന്നു. എന്നാൽ നിങ്ങൾ എന്നെ ഒരു അടിമയെപ്പോലെ വിറ്റു. അവൾ എന്നോട് എന്തു ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാമോ? അവൾ എന്നെ ഒരു കിടക്കയിൽ കെട്ടിയിട്ടു, എന്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി നഗ്നനാക്കി." പെട്ടെന്ന് സാൻഡോർ പറഞ്ഞു, "ഇതുവരെ കേട്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ." ജെൻട്രി തുടർന്നു, "എന്നിട്ട് എന്റെ ദേഹത്ത് അട്ടകളെ വെച്ചു." സാൻഡോർ വീണ്ടും ചോദിച്ചു, "അവളും നഗ്നയായിരുന്നു?" തോറോസ് അവനെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു, "അവൾക്ക് നിന്റെ രക്തം ആവശ്യമായിരുന്നു." ജെൻട്രി നിരാശയോടെ പറഞ്ഞു, "അതെ, അതെനിക്കറിയാം." പെട്ടെന്ന് സാൻഡോർ ജെൻട്രിയുടെ മുന്നിലേക്ക് കയറി അവനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, "ഇതിലും മോശമാകാമായിരുന്നു." തോറോസ് തന്റെ വീഞ്ഞുപാത്രം ജെൻട്രിക്ക് നേരെ നീട്ടി. ജെൻട്രി അത് വാങ്ങി ഒരു വലിയ കവിൾ കുടിച്ച ശേഷം തിരികെ നൽകി. ചുറ്റുമുള്ള തണുത്ത കാറ്റിനെ വകവയ്ക്കാതെ ജോൺ പറഞ്ഞു, "ഞാൻ ആദ്യമായി മതിലിനപ്പുറത്തേക്ക് വന്നത് നിങ്ങളുടെ പിതാവിനൊപ്പമാണ്." ജോറഹയുടെ കണ്ണുകളിൽ ഒരു ചെറിയ വിഷാദം നിഴലിച്ചു. അവൻ പറഞ്ഞു, "അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഇതിലും നല്ലൊരു മകനെ ലഭിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നീ ഒപ്പമുണ്ടായിരുന്നു." ജോൺ പറഞ്ഞു, "ഞാൻ അപ്പോൾ വൈൽഡിങ്ങുകളുടെ തടവിലായിരുന്നു. പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തിനു വേണ്ടി പ്രതികാരം ചെയ്തു. ആ കലാപകാരികൾക്കെല്ലാം തക്കതായ ശിക്ഷ ലഭിച്ചുവെന്ന് നിങ്ങൾ അറിയണം." ജോറഹ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, "അതിലും ദാരുണമായൊരു മരണം അദ്ദേഹത്തിന് ലഭിക്കാനില്ല. നൈറ്റ്സ് വാച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ. ആ ആളുകളിൽ ഓരോരുത്തരെയും സംരക്ഷിക്കാൻ അദ്ദേഹം മരിക്കാൻ വരെ തയ്യാറായിരുന്നു. എന്നിട്ട് അവർ അദ്ദേഹത്തെ വെട്ടിക്കൊന്നു." ജോൺ തികഞ്ഞ ഗൗരവത്തോടെ പറഞ്ഞു, "അദ്ദേഹം അങ്ങനെ മരിച്ചതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാന്യനായ മനുഷ്യനായിരുന്നു എന്റെ പിതാവ്. അദ്ദേഹം പൂർണ്ണമായും നല്ലവനായിരുന്നു. എന്നിട്ടും അദ്ദേഹം ആരാച്ചാരുടെ ബ്ലോക്കിലാണ് മരിച്ചത്." ജോറ ജോണിനെ നോക്കി പറഞ്ഞു, "നിന്റെ പിതാവിനെന്നെ വധിക്കണമായിരുന്നു." ജോൺ പറഞ്ഞു, "ഞാൻ കേട്ടിട്ടുണ്ട്." ജോറ തുടർന്നു, "അദ്ദേഹം ചെയ്തത് ശരിയായിരുന്നു. പക്ഷേ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോടുള്ള ദേഷ്യം കുറഞ്ഞില്ല. അദ്ദേഹം നിങ്ങളെ പിടികൂടാതിരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്." ജോറ മറുപടി നൽകി, "എനിക്കും." പെട്ടെന്ന് ജോൺ നടത്തം നിർത്തി തന്റെ വാൾ ഉറപ്പിച്ചിരുന്ന ബെൽറ്റ് അഴിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, "നിങ്ങളുടെ പിതാവ് എനിക്ക് ഈ വാൾ തന്നു.
അദ്ദേഹം ഇതിന്റെ പിടിയിലെ കരടിയുടെ രൂപം മാറ്റി ഒരു ചെന്നായുടെ രൂപമാക്കി, പക്ഷെ ഇതിപ്പോഴും ലോങ് ക്ലോ തന്നെയാണ്. ജോൺ ആ വാൾ ജോറായ്ക്ക് നേരെ നീട്ടി. ജോറ വളരെ പതുക്കെ ആ വാൾ വാങ്ങി തന്റെ കൈകളിൽ വെച്ച് സൂക്ഷ്മമായി നോക്കി. ജോൺ തുടർന്നു, നിങ്ങൾ ഒരിക്കലും വെസ്റ്ററോസിലേക്ക് മടങ്ങിവരില്ല എന്നാണ് ലോർഡ് കമാൻഡർ മോർമന്റ് കരുതിയത്. പക്ഷെ നിങ്ങൾ മടങ്ങിവന്നു. നൂറ്റാണ്ടുകളായി ഇത് നിങ്ങളുടെ കുടുംബത്തിന്റേതാണ്. ഇത് എന്റെ പക്കലിരിക്കുന്നത് ശരിയല്ല. ജോറ ഒന്നു നിന്നു. എന്നിട്ട് ജോണിനെ നോക്കി തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു, അദ്ദേഹം ഇത് നിനക്ക് തന്നതാണ്. ഞാൻ എന്റെ കുടുംബത്തിന് അപമാനം വരുത്തി. ഞാൻ എന്റെ പിതാവിന്റെ ഹൃദയം തകർത്തു. ജോറ ആ വാൾ ജോണിന് തന്നെ തിരികെ നൽകി. എന്നിട്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഈ വാളിന്മേലുള്ള അവകാശം ഞാൻ ഉപേക്ഷിച്ചതാണ്. ഇത് നിന്റേതാണ്. ഇത് നിനക്കും നിനക്ക് ശേഷം നിന്റെ കുട്ടികൾക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടട്ടെ. അതേസമയം തെക്ക് വിൻഡർഫെല്ലിന്റെ മുറ്റത്ത് മഞ്ഞ് പെയ്യുകയായിരുന്നു. മുറ്റത്ത് തീ കായാനുള്ള പാത്രങ്ങളിൽ തീ കത്തുന്നുണ്ട്. ഒരു വേലക്കാരൻ ചൂടുവെള്ളം നിറച്ച ഒരു പാത്രവുമായി നടന്നുപോകുന്നു. ആ കോട്ടയുടെ മുകൾ ഭാഗത്തുനിന്ന് മുറ്റത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ആര്യ. പെട്ടെന്ന് സാൻസ അവളുടെ പിന്നിലേക്ക് വന്നു. ആര്യ ആ പഴയ ഓർമ്മകളിലേക്ക് തിരികെ പോയിക്കൊണ്ട് പറഞ്ഞു, അച്ഛൻ നമ്മളെ ഇവിടെ നിന്ന് നോക്കാറുണ്ടായിരുന്നു. അദ്ദേഹം അധികമൊന്നും പറയുമായിരുന്നില്ല. നിനക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാകില്ല. നീ എപ്പോഴും ഉള്ളിലിരുന്ന് തുന്നലിലായിരുന്നല്ലോ. സാൻസ പതുക്കെ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. ആര്യ തുടർന്നു, ഒരിക്കൽ ആൺകുട്ടികൾ സർ റോഡ്രിക്കിനൊപ്പം അമ്പെയ്യുകയായിരുന്നു. അവർ പോയ ശേഷം ഞാൻ ഇവിടേക്ക് വന്നു. ബ്രാൻ തന്റെ വില്ല് അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സർ റോഡ്രിക്ക് കണ്ടിരുന്നെങ്കിൽ അവനെ തല്ലിയേനെ. ലക്ഷ്യസ്ഥാനത്ത് ഒരു അമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴുള്ളതുപോലെ അന്ന് അവിടെ ആരുമുണ്ടായിരുന്നില്ല. എന്നെ തടയാൻ ആരുമില്ല. അങ്ങനെ ഞാൻ അമ്പെയ്യാൻ തുടങ്ങി. ഓരോ തവണയും എനിക്ക് പോയി ആ അമ്പ് എടുത്തുകൊണ്ടുവന്ന് വീണ്ടും എയ്യണമായിരുന്നു. ഞാൻ അത്ര മിടുക്കിയൊന്നുമായിരുന്നില്ല. ഒടുവിൽ ഞാൻ ലക്ഷ്യത്തിൽ കൊള്ളിച്ചു. അത് 20ാമത്തെയോ 50ാമത്തെയോ ശ്രമമായിരിക്കാം. എനിക്കോർമ്മയില്ല. പക്ഷെ ഞാൻ ലക്ഷ്യത്തിൽ കൊള്ളിച്ചു. ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് എന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് നിയമങ്ങൾക്കെതിരാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹം പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോൾ അത് തെറ്റല്ല എന്ന് എനിക്ക് മനസ്സിലായി. നിയമങ്ങളായിരുന്നു തെറ്റ്. ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മരിച്ചു. നിന്റെ സഹായത്തോടെ ലാനിസ്റ്ററുകൾ അദ്ദേഹത്തെ കൊന്നു. ഇത് കേട്ട് നടുക്കത്തോടെ സൻസ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു, എന്ത്? ആര്യ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പഴയ ചുരുൾ പുറത്തെടുത്തു നിവർത്തി. ഇത് നിന്റെ മനോഹരമായ കൈപ്പടയാണ്. ആര്യ ആ കത്ത് വായിക്കാൻ തുടങ്ങി. റോബ്, കനത്ത ഹൃദയത്തോടെയാണ് ഞാൻ ഇന്ന് നിനക്ക് കത്തെഴുതുന്നത്. നമ്മുടെ നല്ല രാജാവ് റോബർട്ട് മരിച്ചു. കാട്ടുപന്നിയെ വേട്ടയാടുന്നതിനിടെ ഏറ്റ മുറിവുകളാലാണ്. സൻസ അവളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നീ അത് വായിക്കേണ്ടതില്ല. എനിക്കോർമ്മയുണ്ട്. എന്നാൽ ആര്യ നിർത്തിയില്ല. അവൾ തുടർന്നു, അച്ഛന്റെ മേൽ രാജ്യദ്രോഹക്കുറ്റം ചുമത്തിയിരിക്കുന്നു. അദ്ദേഹം റോബർട്ടിന്റെ സഹോദരന്മാരുമായി ഗൂഢാലോചന നടത്തുകയും സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ലാനിസ്റ്ററുകൾ എന്നോട് വളരെ നന്നായി പെരുമാറുകയും എനിക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്യുന്നു. ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, കിങ്സ് ലാൻഡിംഗിലേക്ക് വരിക. അങ്ങനെ ലാനിസ്റ്റർ സ്റ്റാർക്ക് കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത ഒഴിവാക്കുക. നിന്റെ വിശ്വസ്തയായ സഹോദരി സാൻസ. സൻസയുടെ ശബ്ദമിടറി. അവൾ പറഞ്ഞു, അവർ എന്നെക്കൊണ്ട് അത് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്. ആര്യ ഒട്ടും വിട്ടുകൊടുക്കാതെ ചോദിച്ചു, അങ്ങനെയാണോ? നിന്റെ കഴുത്തിൽ കത്തിവെച്ചിട്ടാണോ? അതോ നിന്റെ അസ്ഥികൾ പൊട്ടുന്നതുവരെ അവർ നിന്നെ വലിച്ചു നീട്ടിയോ? അതൊക്കെ എങ്ങനെയുള്ള അനുഭവമായിരുന്നു എന്ന് നിനക്കറിയില്ല. ഞാനൊരു കുട്ടിയായിരുന്നു. ആര്യ ദേഷ്യത്തോടെ പറഞ്ഞു, ഞാനും ഒരു കുട്ടിയായിരുന്നു. എന്റെ കുടുംബത്തെ ഒറ്റിക്കൊടുക്കുന്നതിനു മുമ്പ് അവർ എന്നെ കൊല്ലാൻ ഞാൻ അനുവദിക്കുമായിരുന്നു. സൻസ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛനെ രക്ഷിക്കാനുള്ള ഒരേയൊരു വഴി ഇതാണെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയായിരുന്നു നീ. അച്ഛനെ കൊല്ലാനായി അവർ വലിച്ചിഴച്ചുകൊണ്ടുപോകുമ്പോൾ ആ വേദിയിൽ നിൽക്കുന്നത് ഞാൻ ഓർക്കുന്നു. നീ ധരിച്ചിരുന്ന ആ മനോഹരമായ വസ്ത്രം ഞാൻ ഓർക്കുന്നു. നിന്റെ മുടി മനോഹരമായി അലങ്കരിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു. സൻസ അത്ഭുതത്തോടെ ചോദിച്ചു, നീ അവിടെ ഉണ്ടായിരുന്നോ? ആര്യ പറഞ്ഞു, ബെയ്ലോറിന്റെ പ്രതിമയ്ക്കരികിൽ ജനക്കൂട്ടത്തിനിടയിൽ ഞാൻ നിൽപ്പുണ്ടായിരുന്നു. ഉടനെ സൻസ തിരിച്ചടിച്ചു, എന്നിട്ട് നീ എന്തു ചെയ്തു? നീ ഓടിവന്ന് അച്ഛനെ രക്ഷിച്ചോ? ലാനിസ്റ്ററുകളോട് പോരാടി അച്ഛനെ രക്ഷിച്ചോ? ആര്യ പതുക്കെ പറഞ്ഞു, എനിക്കാഗ്രഹമുണ്ടായിരുന്നു. സൻസ പറഞ്ഞു, പക്ഷെ നീ ചെയ്തില്ല. എന്നെപ്പോലെ തന്നെ. ആര്യയുടെ കണ്ണുകളിൽ തീ പാറുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തില്ല. ഞാൻ റോബിനെ ഒറ്റിക്കൊടുത്തില്ല. ഞാൻ എന്റെ മുഴുവൻ കുടുംബത്തെയും ഒറ്റിക്കൊടുത്തില്ല. സൻസ ദേഷ്യത്തോടെ പറഞ്ഞു, നീ എന്റെ മുന്നിൽ മുട്ടുകുത്തി നന്ദി പറയണം. ഞാൻ കാരണമാണ് നമ്മൾ വീണ്ടും വിൻഡർഫെല്ലിൽ നിൽക്കുന്നത്. നീ അത് തിരികെ നേടിയില്ല. ജോണും നേടിയില്ല. ബാസ്റ്റേഡ് യുദ്ധത്തിൽ അവൻ പരാജയപ്പെട്ടിരുന്നു. വെയിലിലെ നൈറ്റ്സാണ് യുദ്ധം ജയിച്ചത്. അവർ എനിക്കു വേണ്ടിയാണ് വടക്കോട്ട് വന്നത്. അപ്പോൾ നീ ലോകം ചുറ്റുകയായിരുന്നോ? ആര്യ വളരെ ശാന്തമായി പറഞ്ഞു, ഞാൻ പരിശീലനത്തിലായിരുന്നു. സൻസ പുച്ഛത്തോടെ പറഞ്ഞു, പരിശീലനം? നീ പരിശീലിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ നിനക്കൊരിക്കലും സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല. സൻസ ഭയത്തോടെ ആ കത്തിലേക്ക് നോക്കി ചോദിച്ചു, ആ കത്ത് വെച്ച് നീ എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ആര്യ പറഞ്ഞു, എനിക്കിതുവരെ അറിയില്ല. സൻസ വീണ്ടും ചോദിച്ചു, നീ ഇത് ആരെയാണ് കാണിച്ചത്? നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? ആര്യ ഒരു നിഗൂഢമായ പുഞ്ചിരിയോടെ ചോദിച്ചു, നീ ഭയന്നിരിക്കുകയാണ് അല്ലേ? നീ എന്തിനെയാണ് ഭയക്കുന്നത്?
നീ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആരും നിന്നെ തൂക്കിലേറ്റാൻ പോകുന്നില്ല. ഞാനിത് ജോണിനെ കാണിക്കുമെന്നും അവൻ ദേഷ്യപ്പെടുമെന്നും നീ ഭയക്കുന്നുണ്ടോ? സാൻസ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നമ്മൾ തമ്മിൽ വഴക്കിടുന്നത് കണ്ടാൽ സെർസിക്ക് എത്രമാത്രം സന്തോഷമാകുമെന്ന് നിനക്കറിയാമോ? അവൾക്ക് വേണ്ടതിതാണ്. നമ്മളെ തമ്മിലകറ്റുക എന്നതാണ് അവൾ എക്കാലത്തും ആഗ്രഹിച്ചത്. ആര്യ അവളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. വടക്കൻ പ്രഭുക്കന്മാർ ഇത് വായിക്കും. ലേഡി സാൻസ സെർസിയുടെ ആജ്ഞകൾ എങ്ങനെ അനുസരിച്ചുവെന്നറിഞ്ഞാൽ അവർ നിന്നെക്കുറിച്ച് വലിയ മതിപ്പൊന്നും കാണിക്കില്ല. കൊച്ചു ലിയാന മോർമോണ്ട് എന്തു പറയും? നീ ഇതെഴുതുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രായം കുറവാണ് അവൾക്ക്. പക്ഷേ ഞാനൊരു കുട്ടിയായിരുന്നു എന്ന് നീ അവളോട് പറയുമോ? ഇത്രയും പറഞ്ഞിട്ട് ആര്യ തിരിഞ്ഞു നടന്നു. വീണ്ടും ബിയോണ്ട് ദ വാളിന്റെ ഇരുണ്ട ഭൂമികയിലേക്ക്. ആ മഞ്ഞുമരുഭൂമിയിലൂടെ അവർ വരിവരിയായി നടക്കുകയാണ്. സാൻഡോർ ഷൂവിലെ ലെതർ കവർ അഴിഞ്ഞുപോയതിനാൽ അത് കെട്ടാനായി നിന്നു. അപ്പോൾ ടോമുണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. അവൻ ചോദിച്ചു, നായ എന്ന് വിളിക്കുന്നത് നിന്നെയാണല്ലേ? നീ വലിയ ക്രൂരനാണെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. നീ ജനിച്ചപ്പോഴേ അങ്ങനെയായിരുന്നോ? അതോ നിനക്ക് വൈൽഡ്ലിങ്ങുകളോട് ദേഷ്യമാണോ? സാൻഡോർ മുഖമുയർത്തി ടോമണ്ടിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ചുവന്ന മുടിക്കാരെ എനിക്ക് വെറുപ്പാണ്. ടോർമണ്ട് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ചുവന്ന മുടിക്കാർ സുന്ദരന്മാരാണ്. ഞങ്ങളെ തീ ചുംബിച്ചതാണ്. നിന്നെപ്പോലെ തന്നെ. ടോർമണ്ട് തന്റെ കൈ ഉയർത്തി സാൻഡോറിന്റെ പൊള്ളലേറ്റ മുഖത്തേക്ക് ചൂണ്ടി. സാൻഡോർ ദേഷ്യത്തോടെ അവന്റെ കൈ തട്ടിമാറ്റി പറഞ്ഞു. നിന്റെ ആ കോപ്പിലെ വിരൽ എനിക്ക് നേരെ ചൂണ്ടരുത്. സാൻഡോർ അവരെ വിട്ട് മുന്നോട്ടു നടന്നു. പക്ഷെ ടോമണ്ട് ചിരിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ചെന്നു. കുട്ടിയായിരുന്നപ്പോൾ നീ തീയിൽ വീണതാണോ? ടോർമണ്ട് ചോദിച്ചു. സാൻഡോർ പറഞ്ഞു. ഞാൻ വീണതല്ല, എന്നെ തള്ളിയിട്ടതാണ്. ടോർമണ്ട് പറഞ്ഞു. അന്നുമുതൽ നീ ക്രൂരനായി മാറി. സാൻഡോർ ദേഷ്യം സഹിക്കാനാവാതെ പറഞ്ഞു. നീ ഒന്ന് പോയി തുലയുമോ? ടോർമണ്ട് ശാന്തമായി പറഞ്ഞു. നീ യഥാർത്ഥത്തിൽ ക്രൂരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് സങ്കടം നിറഞ്ഞ കണ്ണുകളാണുള്ളത്. സാൻഡോർ പെട്ടെന്ന് നിന്നു. എന്നിട്ട് ടോർമണ്ടിന് നേരെ തിരിഞ്ഞ് അങ്ങേയറ്റം അശ്ലീലമായ രീതിയിൽ ചോദിച്ചു. നിനക്കെന്റെ ലിംഗം വേണോ? അതാണോ നിന്റെ ഉദ്ദേശം? എനിക്ക് പെണ്ണുങ്ങളെയാണ് ഇഷ്ടം. വിന്റർഫെല്ലിൽ എനിക്കായി ഒരു സുന്ദരി കാത്തിരിപ്പുണ്ട്. മഞ്ഞമുടി, നീലക്കണ്ണുകൾ. നീ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ സ്ത്രീ. ഏകദേശം നിന്റെ അത്ര ഉയരം. സാൻഡോർ പെട്ടെന്ന് നിന്നു. ടോർമണ്ടിനെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു. ബ്രിയൻ ഓഫ് ടാർത്ത്. ടോർമണ്ട് ആവേശത്തോടെ ചോദിച്ചു. നിനക്കവളെ അറിയാമോ? സാൻഡോർ അവിശ്വസനീയതയോടെ ചോദിച്ചു. നീ ആ കോപ്പിലെ ബ്രിയൻ ഓഫ് ടാർത്തിന്റെ കൂടെയാണോ? ടോർമണ്ട് തന്റെ സ്വപ്നങ്ങൾ പങ്കുവച്ചു. എനിക്ക് അവളോടൊപ്പം കുട്ടികളെ ഉണ്ടാക്കണം. വലിയ രാക്ഷസന്മാരായ കുട്ടികളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവർ ലോകം കീഴടക്കും. അതേസമയം സംഘത്തിന്റെ നടുവിലായി ജോണും ബെറിക്കും ഒന്നിച്ചു നടക്കുകയായിരുന്നു. ബെറിക് ജോണിനെ നോക്കി പറഞ്ഞു. നിനക്ക് അദ്ദേഹത്തിന്റെ യാതൊരു ഛായയുമില്ല. ജോൺ ചോദിച്ചു. ആരുടെ? ബെറിക് പറഞ്ഞു. നിന്റെ പിതാവിന്റെ. നീ നിന്റെ അമ്മയെപ്പോലെയാണെന്ന് ഞാൻ കരുതുന്നു. ജോൺ അതിശയത്തോടെ ചോദിച്ചു. നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നോ? ബെറിക് പറഞ്ഞു. തീർച്ചയായും എനിക്കറിയാമായിരുന്നു. അദ്ദേഹം ഹാൻഡായിരുന്നപ്പോൾ ദി മൗണ്ടനെ വേട്ടയാടാൻ എന്നെ അയച്ചിരുന്നു. ചുവന്ന സ്ത്രീ നിന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നുവെന്ന് നിന്റെ വൈൽഡിംഗ് സുഹൃത്ത് എന്നോട് പറഞ്ഞു. തോറോസ് എന്നെ 6 തവണ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ഇരുവരും സേവിക്കുന്നത് ഒരേ പ്രഭുവിനെയാണ്. ജോൺ ഗൗരവത്തിൽ പറഞ്ഞു. ഞാൻ വടക്കിനെയാണ് സേവിക്കുന്നത്. പെട്ടെന്ന് മുന്നിൽ നടന്നിരുന്ന സാൻഡർ നിന്നു. അവൻ ദൂരേക്ക് നോക്കി. ദൂരെ മേഘങ്ങളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ പർവ്വതം കാണാമായിരുന്നു. സാൻഡോർ പറഞ്ഞു. അതാണ് ഞാൻ തീയിൽ കണ്ടത്. അവൻ ആ പർവ്വതത്തിനു നേരെ വിരൽ ചൂണ്ടി. തോറോസ് ചോദിച്ചു. നിനക്കുറപ്പാണോ? സാൻഡോർ അവനെ നോക്കി തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു. നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പർവ്വതത്തിന്റെ അടിവാരത്തേക്ക് അവർ നടക്കാൻ തുടങ്ങി. ഡ്രാഗൺ സ്റ്റോണിന്റെ ഇരുണ്ട അറയിൽ തീക്കുണ്ടത്തിലേക്ക് നോക്കി ടിരിയൻ കസേരയിലിരിക്കുകയായിരുന്നു. ചായം പൂശിയ മേശക്കരികിൽ ഡെനറീസ് നിൽപ്പുണ്ടായിരുന്നു. അവൾ ചോദിച്ചു. നിങ്ങളെക്കുറിച്ച് എനിക്ക് എന്താണിഷ്ടമെന്നറിയാമോ? ടിരിയൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സത്യത്തിൽ എനിക്കറിയില്ല. ഡെനറീസ് പറഞ്ഞു. നിങ്ങൾ ഒരു നായകനല്ല. ടിരിയൻ മറുപടി നൽകി. ഓ, ഞാൻ ചില സന്ദർഭങ്ങളിൽ നായകനായിട്ടുണ്ട്. ഡെനറീസ് തീക്കുണ്ടത്തിനടുത്തേക്ക് വന്ന് അവന് എതിരെയുള്ള കസേരയിലിരുന്നു. ടിരിയൻ തുടർന്നു. ഞാനൊരിക്കൽ കിങ്സ് ലാൻഡിംഗിലെ മഡ്ഗേറ്റിലൂടെ പോരാടി മുന്നേറിയിട്ടുണ്ട്. നിങ്ങളൊരു നായകനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നായകന്മാർ വിഡ്ഢിത്തങ്ങൾ ചെയ്യുകയും മരിക്കുകയും ചെയ്യുന്നു. ഡ്രോഗോ, ജോറ, ഡാരിയോ, ഈ ജോൺ സ്നോ പോലും. ഡെനറീസ് പറഞ്ഞു. ഏറ്റവും വിഡ്ഢിത്തവും ധീരവുമായ കാര്യം ആർക്ക് ചെയ്യാൻ കഴിയുമെന്ന് മത്സരിക്കുകയാണ് അവർ. ടിരിയൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. നിങ്ങൾ പറയുന്ന ഈ നായകന്മാർ വളരെ രസകരമാണ്. ഡ്രോഗോ, ജോറ, ഡാരിയോ, ഈ ജോൺ സ്നോ പോലും. ഇവരെല്ലാം നിങ്ങളുമായി പ്രണയത്തിലായി. ഡെനറീസ് അത് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു. ജോൺ സ്നോയ്ക്ക് എന്നോട് പ്രണയമൊന്നുമില്ല. ടിരിയൻ പറഞ്ഞു. ഓ, എനിക്ക് തെറ്റുപറ്റിയതാണ്. അവൻ നിങ്ങളെ അത്രയും മോഹത്തോടെ നോക്കുന്നത് വിജയകരമായ ഒരു സൈനിക സഖ്യത്തിനു വേണ്ടിയാണെന്ന് ഞാൻ കരുതുന്നു. ഡെനറീസ് പരിങ്ങി. അവൻ എന്നേക്കാൾ വളരെ ചെറുതാണ്. ഞാൻ ഉദ്ദേശിച്ചത്. ടിരിയൻ ഇടപെട്ടു. നിങ്ങൾ ധീരനാണെന്ന് എനിക്കറിയാം. എന്റെ ഹാൻഡായി ഞാനൊരു ഭീരുവിനെ തിരഞ്ഞെടുക്കുമായിരുന്നില്ല. ഡെനറീസ് തീയുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. എല്ലാം നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹോദരിയെ കാണാൻ കഴിയും. നിങ്ങളവളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വെച്ചു നോക്കുമ്പോൾ
എന്നോട് സംസാരിക്കുന്നതിനേക്കാൾ അവൾ എന്നെ കൊല്ലാനായിരിക്കും ആഗ്രഹിക്കുക. ഓ, ആദ്യം അവൾ നിങ്ങളെ ഭയാനകമായ രീതിയിൽ പീഡിപ്പിക്കും, എന്നിട്ട് കൊന്നുകളയും. എന്നേക്കാൾ കൂടുതൽ ആരും എന്റെ സഹോദരിയെ അവിശ്വസിക്കുന്നില്ല. എന്നെ വിശ്വസിക്കൂ. പക്ഷെ നമ്മൾ തലസ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ 2 സൈന്യങ്ങളുമായി പോകും, 3 ഡ്രാഗണുകളുമായി പോകും. നിങ്ങളെ ആരെങ്കിലും തൊട്ടാൽ കിങ്സ് ലാൻഡിംഗ് അതിന്റെ അടിത്തറയോടെ കത്തിച്ചാമ്പലാകും. ടിരിയൻ പറഞ്ഞു. ഡെനറിസ് ചോദിച്ചു, ഇപ്പോൾ അവൾ എന്ത് കെണിയാണ് ഒരുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരിക്കുമല്ലേ? ടിരിയൻ പറഞ്ഞു, തീർച്ചയായും. നിങ്ങൾ അവൾക്കായി എന്ത് കെണിയാണ് ഒരുക്കുന്നതെന്നും അവൾ ചിന്തിക്കുന്നുണ്ടാകും. ഡെനറിസ് ചോദിച്ചു, നമ്മൾ ഒരുക്കുന്നുണ്ടോ? ടിരിയൻ ഗൗരവത്തിൽ പറഞ്ഞു, നമുക്ക് പുതിയതും മികച്ചതുമായ ഒരു ലോകം സൃഷ്ടിക്കണമെങ്കിൽ വഞ്ചനയും കൂട്ടക്കൊലയുമാണ് അതിനുള്ള ഏറ്റവും നല്ല തുടക്കമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡെനറിസ് തിരിച്ചടിച്ചു, വഞ്ചനയും കൂട്ടക്കൊലയുമില്ലാതെ ഏത് യുദ്ധമാണ് വിജയിച്ചിട്ടുള്ളത്? ടിരിയൻ വിശദീകരിച്ചു, അതെ, നിങ്ങൾക്ക് സിംഹാസനം നേടണമെങ്കിൽ നിങ്ങൾ ക്രൂരയാകേണ്ടിവരും. നിങ്ങൾ ഒരു പരിധിവരെ ഭയം സൃഷ്ടിക്കേണ്ടതുണ്ട്. പക്ഷെ ഭയം മാത്രമേ സെർസിയുടെ പക്കലുള്ളൂ. ഡെനറിസ് ഓർമ്മിപ്പിച്ചു, ഏഗോൺ ടാർഗേറിയൻ ഭയത്തിലൂടെ ഒരുപാട് ദൂരം മുന്നേറിയിട്ടുണ്ട്. ടിരിയൻ സമ്മതിച്ചു, അതെ, പക്ഷെ നിങ്ങൾ ഒരിക്കൽ എന്നോട് ആ ചക്രം തകർക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഏഗോണാണ് ആ ചക്രം നിർമ്മിച്ചത്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു രാജ്ഞിയാകാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് വന്ന മറ്റ് സ്വേച്ഛാധിപതികളിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തയാകുന്നത്? ഡെനറിസ് എഴുന്നേറ്റ് ജനാലകൾക്കരികിലേക്ക് നടന്നു. അപ്പോൾ നമ്മൾ സിംഹത്തിന്റെ മടയിലേക്ക് നടന്നു കയറുകയാണോ? ടിരിയൻ പറഞ്ഞു, ലാനിസ്റ്റർ സേനയെ തന്റെ നിയന്ത്രണത്തിൽ നിർത്താമെന്ന് എന്റെ സഹോദരൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഡെനറിസ് അറുത്തുമുറിച്ചു പറഞ്ഞു, ക്ഷമിക്കണം, ലാനിസ്റ്ററുകളുടെ വാഗ്ദാനങ്ങളൊന്നും എനിക്ക് പ്രശ്നമല്ല, നിങ്ങളുടേതൊഴികെ. ടിരിയൻ തുടർന്നു, നിങ്ങൾ തിടുക്കത്തിൽ ഒന്നും ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുമെന്ന് അവനും ഞാൻ വാക്ക് നൽകിയിട്ടുണ്ട്. ടിരിയൻ എഴുന്നേറ്റ് അവളുടെ നേരെ തിരിഞ്ഞുനിന്നു. ഇതൊരു ബുദ്ധിമുട്ടുള്ള ചർച്ചയായിരിക്കും. നമ്മൾ രണ്ടുപേരുടെയും തലവെട്ടിക്കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊപ്പമാണ് നമ്മളിരിക്കുന്നത്. എന്റെ സഹോദരി എന്തെങ്കിലും പ്രകോപനപരമായ കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. ഡെനറിസ് ചോദിച്ചു, എന്നിട്ട്? ടിരിയൻ പറഞ്ഞു, പിന്നെ ഇടയ്ക്കിടെ നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ മികച്ച നേതാക്കൾക്കും ഉള്ളതുപോലെ. ഡെനറിസ് ദേഷ്യത്തോടെ ചോദിച്ചു, എപ്പോഴാണ് എനിക്ക് എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുള്ളത്? ടിരിയൻ ഓർമ്മിപ്പിച്ചു, ഉദാഹരണത്തിന് ടാർലി കുടുംബത്തെ ചുട്ടുകൊന്നത്. ഡെനറിസ് തറപ്പിച്ചു പറഞ്ഞു, അത് തിടുക്കത്തിൽ ചെയ്തതല്ല, അത് അനിവാര്യമായിരുന്നു. ടിരിയൻ സന്ദേഹത്തോടെ പറഞ്ഞു, ആയിരിക്കാം. ഡെനറിസ് കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഈ തർക്കത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നതെന്ന് കരുതുന്നതിൽ തെറ്റില്ല. ടിരിയൻ സമ്മതിച്ചു, ഞാൻ അവരുടെ പക്ഷത്താണ് നിൽക്കുന്നതും. നിങ്ങളുടെ ശത്രുക്കൾ കാര്യങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അവരുടെ പക്ഷത്ത് നിൽക്കേണ്ടതുണ്ട്. അവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കാണാനും ഫലപ്രദമായി പ്രതികരിക്കാനും അവരെ പരാജയപ്പെടുത്താനും നിങ്ങൾക്ക് അവർ കാര്യങ്ങൾ കാണുന്നതുപോലെ കാണാൻ കഴിയണം. അത് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളിലും നിങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ലോകം ഒറ്റയടിക്ക് നിർമ്മിക്കപ്പെടുന്നില്ല. ഒരുപക്ഷേ ഒരു ജീവിതകാലം കൊണ്ട് അത് സാധ്യമായേക്കില്ല. നിങ്ങളുടെ കാഴ്ചപ്പാട് നിലനിൽക്കുമെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പുവരുത്തും? നിങ്ങൾ ആ ചക്രം തകർത്തതിനുശേഷം അത് തകർന്നുതന്നെ കിടക്കുമെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പാക്കും? ഡെനറിസ് ദേഷ്യത്തോടെ ചോദിച്ചു, എന്റെ മരണശേഷം ആര് അയൺ ത്രോണിലിരിക്കുമെന്ന് നിനക്കറിയണം, അതാണോ കാര്യം? ടിരിയൻ പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടികളുണ്ടാകില്ല എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ ഒരു പിൻഗാമിയെ തെരഞ്ഞെടുക്കാൻ മറ്റു വഴികളുണ്ട്. നൈറ്റ്സ് വാച്ചിന് ഒരു രീതിയുണ്ട്. അയൺബോൺ ആളുകൾക്ക് നിരവധി പോരായ്മകളുണ്ടെങ്കിലും. ഡെനറിസ് അലറിക്കൊണ്ട് പറഞ്ഞു, ഞാൻ കിരീടം ധരിച്ചതിനുശേഷം നമ്മൾ പിൻഗാമിയെക്കുറിച്ച് ചർച്ച ചെയ്യും. ടിരിയൻ ശാന്തമായി തുടർന്നു, മഹാറാണി, ബ്ലാക്ക് വാട്ടർ റഷിൽ നിങ്ങൾ പോരാടുമ്പോൾ 100 കണക്കിന് അമ്പുകൾ നിങ്ങൾക്ക് നേരെ വരുന്നത് ഞാൻ കണ്ടു. 100 കണക്കിന് അമ്പുകൾ ലക്ഷ്യം തെറ്റുന്നതും ഞാൻ കണ്ടു. പക്ഷെ അതിലൊന്നിന് നിങ്ങളുടെ ഹൃദയം കണ്ടെത്താനും അവസാനിപ്പിക്കാനും കഴിയുമായിരുന്നേ. ഡെനറിസ് അവനെ തടസ്സപ്പെടുത്തി, നിങ്ങൾ എന്റെ മരണത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടല്ലേ? കിങ്സ് ലാൻഡിംഗിൽ വെച്ച് നിങ്ങളുടെ സഹോദരനുമായി ചർച്ച ചെയ്ത കാര്യങ്ങളിൽ ഒന്നാണിതെന്നാണോ? ടിരിയൻ ആത്മാർത്ഥതയോടെ പറഞ്ഞു, ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതികൾ തയ്യാറാക്കി നിങ്ങളെ സേവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഡെനറിസ് പുച്ഛത്തോടെ പറഞ്ഞു, ഒരുപക്ഷേ നിങ്ങൾ ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഡോണും ഹൈഗാർഡനും നഷ്ടപ്പെടുമായിരുന്നില്ല. ഞാൻ കിരീടം ധരിച്ചതിനുശേഷം നമ്മൾ പിൻഗാമിയെക്കുറിച്ച് ചർച്ച ചെയ്യും. ബിയോണ്ട് ദ വാളിന്റെ വെളുത്ത ശൂന്യതയിൽ ആ സംഘം അതികഠിനമായ മഞ്ഞുവീഴ്ചയിലൂടെ ബുദ്ധിമുട്ടി മുന്നോട്ട് നീങ്ങുകയായിരുന്നു. അവർക്ക് വളരെ മുന്നിലായി പോയിരുന്ന വൈൽഡിംഗ് സ്കൗട്ട് അപ്രത്യക്ഷനായി. വീഴ്ച അത്രത്തോളം ശക്തമായിരുന്നു. പെട്ടെന്ന് ടോർമണ്ട് ജോൺ സ്നോവിന്റെ ശ്രദ്ധ ക്ഷണിച്ചു. അവൻ നിലവിളിച്ചു, നോക്കൂ! വളരെ ദൂരെയായി മഞ്ഞുവീഴ്ചയിലൂടെ ഒരു വലിയ രൂപം അവ്യക്തമായി കാണാമായിരുന്നു. സാൻഡോർ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, ഒരു കരടി. ജെൻട്രി ഭയത്തോടെ ചോദിച്ചു, കരടികൾക്ക് നീലക്കണ്ണുകൾ ഉണ്ടാകുമോ? പെട്ടെന്ന് ആ കരടി അവർക്ക് നേരെ അതിവേഗത്തിൽ കുതിച്ചുവന്നു. എല്ലാവരും തങ്ങളുടെ വാളുകൾ ഊരി. അപ്പോഴാണ് കാണാതായ സ്കൗട്ട് ഭയന്നരണ്ട് അവർക്ക് നേരെ ഓടിവരുന്നത്. പക്ഷെ അവൻ എത്തുന്നതിനു മുമ്പ് തന്നെ ആ ഭീമാകാരനായ കരടി അവനെ ആക്രമിച്ച് താഴെയിട്ടു. ജോൺ സ്നോവും സംഘവും സ്കൗട്ട് വീണ സ്ഥലത്തേക്ക് ഓടി. പക്ഷേ അവിടെ മഞ്ഞിൽ വലിയൊരു ചോരത്തുള്ളി മാത്രമാണുണ്ടായിരുന്നത്. കരടിയുടെ അലർച്ച അവർക്കരികിൽ കേട്ടു.
അവർ തങ്ങളുടെ ആയുധങ്ങൾ തയ്യാറാക്കി ചുറ്റും കണ്ണോടിച്ച് ഒരു വൃത്തത്തിൽ നിന്നു. പെട്ടെന്ന് മഞ്ഞിൽ നിന്ന് ആ കരടി ചാടി വീണു. സ്കൗട്ടിനെ അത് തന്റെ വായിൽ കടിച്ചുകീറുകയായിരുന്നു. ബെറിക്കും തോറോസും തങ്ങളുടെ വാളുകളിൽ തീ കത്തിച്ചുകൊണ്ട് കരടിക്ക് നേരെ നീങ്ങി. ബെറിക് തന്റെ തീവാളുകൊണ്ട് കരടിയെ വെട്ടി കരടിയുടെ ദേഹത്ത് തീപിടിച്ചു. തീപിടിച്ച കരടി സാൻഡോറിന് നേരെ തിരിഞ്ഞു. കരടി അവന് നേരെ കുതിച്ചതും തോറോസ് സാൻഡോറിന്റെ മുന്നിലേക്ക് ചാടി വീണു. അവൻ തന്റെ തീവാൾ കരടിയുടെ വായിലേക്ക് കുത്തിയിറക്കി. അതോടൊപ്പം അവൻ താഴേക്ക് വീഴുകയും ചെയ്തു. കരടിയും തോറോസും തമ്മിൽ വലിയൊരു മൽപ്പിടുത്തം നടന്നു. തോർമണ്ട് തന്റെ കോടാലിയുമായി വന്ന് ഭ്രാന്തമായി കരടിയെ വെട്ടാൻ തുടങ്ങി. എന്നാൽ കരടി അവനെയും തട്ടിമാറ്റി തോറോസിനെ വീണ്ടും ആക്രമിച്ചു. സാൻഡോർ ഇതൊക്കെ കണ്ടുകൊണ്ട് വെറുതെ നിൽക്കുകയായിരുന്നു. കരടി തോറോസിന്റെ കയ്യിൽ നിന്ന് വാൾ തട്ടിയകറ്റുകയും അവന്റെ നെഞ്ചിലേക്ക് അതിക്രൂരമായി കടിക്കുകയും ചെയ്തു. സാൻഡോർ അവനെ രക്ഷിക്കാനായി മുന്നോട്ട് വരാൻ ശ്രമിച്ചെങ്കിലും അതിനു മുമ്പ് തന്നെ ജോറോ ഓടിവന്ന് തന്റെ കഠാര കരടിയുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കി. ആ വലിയ കരടി ഒരു വൻമരം പോലെ താഴെ വീണു. ബെറിക്കും ജെൻഡ്രിയും ചേർന്ന് തോറോസിനെ അവിടെ നിന്നും വലിച്ചുമാറ്റി. സാൻഡോർ ആശങ്കയോടെ പറഞ്ഞു, നമുക്കിവനെ ഈസ്റ്റ് വാച്ചിലേക്ക് തിരികെ കൊണ്ടുപോകണം. ചോരവാർന്നുകൊണ്ടിരുന്ന തോറോസ് തലയിളക്കിക്കൊണ്ടു പറഞ്ഞു, പാത്രം. ബെറിക് ഒരു വീഞ്ഞുപാത്രം അവന്റെ ചുണ്ടുകളോട് ചേർത്തുവെച്ചു. ജീവനുവേണ്ടി കേഴുന്നതുപോലെ തോറോസ് അത് വേഗത്തിൽ കുടിച്ചു തീർത്തു. അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു, തുടരുക. ബെറിക് തന്റെ കത്തുന്ന വാളുപയോഗിച്ച് തോറോസിന്റെ മുറിവുകൾ കരിച്ചു. വിന്റർഫെല്ലിന്റെ ഉള്ളറകളിൽ സെൻസായും ലിറ്റിൽ ഫിംഗറും ഒരു മുറിയിലേക്ക് കയറി. സെൻസ വാതിലടച്ചു. ലിറ്റിൽ ഫിംഗർ സംശയത്തോടെ ചോദിച്ചു, നിങ്ങൾ അവരുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുകയാണോ? സാൻസ ദേഷ്യത്തോടെ പറഞ്ഞു, അവരുടെ വിശ്വസ്തത ജോൺ സ്നോനോടാണ്. ജോൺ സ്നോ ഇവിടെയില്ല. ആഴ്ചകളായി എനിക്ക് അവനിൽ നിന്ന് ഒരു വിവരവുമില്ല. ലിറ്റിൽ ഫിംഗർ പ്രശംസയുടെ രൂപത്തിൽ പറഞ്ഞു, നിങ്ങളാണ് ലേഡി ഓഫ് വിന്റർഫെൽ. അവൻ ഇല്ലാത്തപ്പോൾ ഭരിക്കാൻ രാജാവ് നിങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. നിങ്ങൾ അത് ചെയ്യുകയും ചെയ്തു. വിവേകത്തോടെ, കഴിവോടെ. അവർ അത് കാണുന്നുണ്ട്. അവർ നിങ്ങളെ ബഹുമാനിക്കുന്നു. ചിലർ അവനേക്കാൾ നിങ്ങളെയാകാം ഇഷ്ടപ്പെടുന്നത്. അതെ, വിന്റർഫെൽ തിരികെ പിടിക്കാൻ സമയമായപ്പോൾ അവർ ജോൺ സ്നോനോട് മുഖം തിരിച്ചു. പിന്നീട് അവർ അവനെ തങ്ങളുടെ രാജാവായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ അവർ വീണ്ടും അവനോട് മുഖം തിരിക്കാൻ തയ്യാറാണ്. അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കും? അവരെല്ലാം കാറ്റിനനുസരിച്ച് തിരിയുന്നവരാണ്, ഒരു ശത്രുവെയല്ല. സൻസ നിരാശയോടെ പറഞ്ഞു. തന്റെ കുടുംബത്തിന്റെ 2 ശത്രുക്കളെ വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ് ആ കത്തെഴുതിയതെന്ന് അവർ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജോൺ സ്നോ തിരിച്ചുവരുമ്പോഴേക്കും അവന് സൈന്യമൊന്നും ബാക്കിയുണ്ടാകില്ല. ലിറ്റിൽ ഫിംഗർ അനുനയസ്വരത്തിൽ പറഞ്ഞു, ആര്യ അവരെപ്പോലെയല്ല. അവൾ നിങ്ങളുടെ സഹോദരിയാണ്. നിങ്ങൾക്ക് അഭിപ്രായവ്യത്യാസങ്ങളുണ്ടാകാം, പക്ഷേ അവൾ ഒരിക്കലും തന്റെ കുടുംബത്തെ ഒറ്റിക്കൊടുക്കില്ല. സൻസ തറപ്പിച്ചു പറഞ്ഞു, ഞാൻ ജോൺ സ്നോനെ ഒറ്റിക്കൊടുക്കുമെന്ന് അവൾ കരുതിയാൽ അവളത് ചെയ്യും. ലിറ്റിൽ ഫിംഗർ ചോദിച്ചു, അവൾ അങ്ങനെയാണോ കരുതുന്നത്? സൻസ നിസ്സഹായതയോടെ പറഞ്ഞു, അവൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ അവളെ മനസ്സിലാകുന്നില്ല. ലിറ്റിൽ ഫിംഗർ തന്റെ തന്ത്രം പുറത്തെടുത്തു. ഒരുപക്ഷെ ലേഡി ബ്രിയനിന് സഹായിക്കാൻ കഴിഞ്ഞേക്കും. കാറ്റ്ലിൻ സ്റ്റാർക്കിന്റെ 2 പെൺമക്കളെയും സംരക്ഷിക്കുമെന്ന് അവൾ പ്രതിജ്ഞയെടുത്തിട്ടുള്ളതല്ലേ? ബിയോണ്ട് ദ വോളിൽ കാലാവസ്ഥയിൽ നേരിയ മാറ്റം വന്നിരുന്നു. സംഘം പർവ്വതപ്രദേശങ്ങളിലൂടെ മുന്നോട്ടു പോവുകയാണ്. ജോറ തോറോസിനോട് പറഞ്ഞു, എനിക്കെപ്പോഴും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്. പൈക്കിലെ ആക്രമണ സമയത്ത് നീ എത്രത്തോളം കുടിച്ചിട്ടുണ്ടായിരുന്നു? തോറോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ സത്യം പറയുകയാണെങ്കിൽ പൈക്കിലെ ആക്രമണം എനിക്കോർമ്മയില്ല. പിറ്റേ ദിവസം രാവിലെ ചില പയ്യന്മാരാണ് എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഒരു നല്ല പോരാട്ടമായിരുന്നു എന്ന് കേട്ടു. ജോറ ശൂന്യമായ ആ വീഞ്ഞുപാത്രമടച്ച് തോറോസിന്റെ ബെൽറ്റിൽ തിരികെ വെച്ചുകൊണ്ട് പറഞ്ഞു, അതെ, അതൊരു നല്ല പോരാട്ടം തന്നെയായിരുന്നു. നീ ഏതോ ദൈവമാണെന്നാണ് ഐൻബോൺ ആളുകൾ കരുതിയത്. നീ ആ കത്തുന്ന വാൾ വീശിയ രീതി, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ധീരനായ മനുഷ്യൻ നീയാണെന്ന് ഞാൻ കരുതി. തോറോസ് വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വെറുമൊരു വലിയ കുടിയൻ. അപ്പോൾ മുന്നിൽ നടന്നിരുന്ന ടോർമണ്ടിന് പുറകിലായി ജോൺ സ്നോ നടക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഇരുമ്പുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേട്ടു. അവർ 2 പേരും ആ മലഞ്ചെരിവിലേക്ക് നോക്കി. താഴെ മരിച്ചവരുടെ വലിയൊരു സൈന്യം പതുക്കെ നടന്നുപോകുന്നത് അവർ കണ്ടു. ജോൺ സ്നോ അത്ഭുതത്തോടെ ചോദിച്ചു, ബാക്കിയുള്ളവരോ? ടോർമണ്ട് പറഞ്ഞു, നമ്മൾ കുറച്ചുകൂടി കാത്തിരുന്നാൽ അത് കണ്ടുപിടിക്കാം. ജോൺ സ്നോ തലകുലുക്കി. മരിച്ചവരുടെ സൈന്യം കത്തുന്ന ഒരു തീക്കുണ്ടത്തിനടുത്തേക്ക് വരികയാണ്. വൈറ്റ് വോക്കർ ആ സാഹചര്യം നിരീക്ഷിച്ചു. പെട്ടെന്ന് സംഘം അവരെ ആക്രമിക്കാൻ ചാടി വീണു. വലിയൊരു പോരാട്ടം ആരംഭിച്ചു. ജോൺ സ്നോ തന്റെ വാളെടുത്ത് ആ വൈറ്റ് വോക്കറിനെ ഒറ്റവെട്ടിന് വീഴ്ത്തി. അതോടെ ആ സൈനികരെല്ലാം മഞ്ഞിലേക്ക് ചിതറി വീണു. എന്നാൽ ഒരു വൈറ്റ് മാത്രം ബാക്കിയായി. അത് അലറുകയും ചുറ്റും നോക്കുകയും ചെയ്തു. സംഘം അതിനെ വളഞ്ഞു. അവർ അതിനെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ
അത് ഭയാനകമായ ശബ്ദത്തിൽ നിലവിളിച്ചു. സാൻഡോർ അതിനെ നിശബ്ദനാക്കാൻ ശ്രമിച്ചു, എന്നാൽ അതവന്റെ ഗ്ലൗസിലൂടെ കടിച്ചു. സാൻഡോർ വേദന കൊണ്ട് പുളഞ്ഞുപോയി. ഒടുവിൽ അവർ അതിനെ ബന്ധിയാക്കി. പക്ഷെ പെട്ടെന്ന് ജോൺ സ്നോ ദൂരെ നിന്നും കാലൊച്ചകളും ഇടിമുഴക്കവും പോലെയുള്ള ശബ്ദങ്ങൾ കേട്ടു. ജോൺ സ്നോ നിർദ്ദേശിച്ചു, ഈസ്റ്റ് വാച്ചിലേക്ക് തിരികെ പോകൂ. ഡെനറീസിന് ഒരു കാക്കയെ അയച്ച് ഇവിടെ എന്ത് സംഭവിച്ചുവെന്നറിയിക്കൂ. ജെൻട്രി വിസമ്മതിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ടുപോകില്ല. ജോൺ സ്നോ അലറി, നീയാണ് ഏറ്റവും വേഗതയുള്ളവൻ. ജെൻട്രി തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ചപ്പോൾ ടോർമണ്ട് അവന്റെ ആയുധം പിടിച്ചുവാങ്ങിക്കൊണ്ട് പറഞ്ഞു, ചുറ്റികയില്ലാതെ നീ കൂടുതൽ വേഗത്തിലോടും. അങ്ങനെ ജെൻട്രി വേഗത്തിൽ ഓടി. ബാക്കിയുള്ളവർ ഒരു നല്ല ഒളിയിടം തേടി പാഞ്ഞു. അവർ ഓടിയൊരു വിശാലമായ സ്ഥലത്തെത്തി. പക്ഷെ ജോറഹയുടെ കാൽ കീഴിൽ ഐസ് പൊട്ടാൻ തുടങ്ങി. ജോറ അലറി, നിൽക്കൂ. സംഘം നിന്നു. ഐസ് വീണ്ടും പൊട്ടിക്കൊണ്ടിരുന്നു. ജോൺ സ്നോ അലറി, ഓടൂ. അവർ മരവിച്ച ആ തടാകത്തിന്റെ നടുവിലുള്ള പാറക്കെട്ടുകളുള്ള ഒരു ദ്വീപിലേക്ക് ഓടി. എന്നാൽ മരിച്ചവരുടെ സൈന്യം ആ തടാകത്തിന്റെ തീരങ്ങളെല്ലാം വളഞ്ഞു. അവരുടെ പിന്നാലെ വന്ന കുറച്ച് സൈനികർ ഒരു വൈൽഡ്ലിങ്ങിനെ പിടികൂടി താഴെയിട്ടു. എന്നാൽ അവരുടെ ഭാരം താങ്ങാനാവാതെ ഐസ് പൊട്ടുകയും അവർ ആ മരവിച്ച വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. പലരും ഐസ് പൊട്ടി വെള്ളത്തിലേക്ക് വീണുകൊണ്ടിരുന്നു. ഒടുവിൽ അവർ സംഘത്തിനു ചുറ്റും കടക്കാനാവാത്ത ഒരു വലിയ വലയം തീർത്തു. ജെൻട്രി ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് ഓടി. ശ്വാസം മുട്ടുന്നതുപോലെ തോന്നിയെങ്കിലും അവൻ കിതച്ചുകൊണ്ട് ആ മഞ്ഞിലൂടെ ഓട്ടം തുടർന്നു. ദൂരെ അവന് ആ വലിയ മതിൽ കാണാമായിരുന്നു. അതേസമയം ആ മരവിച്ച തടാകത്തിൽ രാത്രിയായി. സംഘം ആ ദ്വീപിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ പിടികൂടിയ ആ വൈറ്റ് ബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി അലറിക്കൊണ്ട് കുതറുന്നുണ്ടായിരുന്നു. മറുവശത്ത് ജെൻട്രി വല്ലാതെ തളർന്നു വീണു. അപ്പോൾ ഗേറ്റ് തുറക്കപ്പെടുകയും 4 പേർ അവനടുത്തേക്ക് ഓടിവരികയും ചെയ്തു. ഡാവോസ് അവനെ തന്റെ കൈകളിലെടുത്തു ചോദിച്ചു, എന്തു സംഭവിച്ചു? മറ്റുള്ളവർ എവിടെ? ജെൻട്രി കിതച്ചുകൊണ്ട് പറഞ്ഞു, കാക്ക. നമുക്ക് കാക്കയെ അയക്കണം. ഡാവോസ് അലറി, മെയ്സ്റ്ററെ വിളിക്കൂ. വേഗം. മരവിച്ച തടാകത്തിൽ സംഘം തളർന്ന് ഒരു വൃത്തത്തിലിരിക്കുകയായിരുന്നു. സാൻഡോർ ദേഷ്യത്തോടെ എഴുന്നേറ്റ് അതിനെ ഒന്ന് തൊഴിച്ചു. മറ്റുള്ളവരും എഴുന്നേറ്റു. അവർ ഇപ്പോഴും മരിച്ചവരുടെ ആ വലിയ സൈന്യത്താൽ വളയപ്പെട്ടിരിക്കുകയായിരുന്നു. ബെരിക് പതുക്കെ വിളിച്ചു, തോറോസ്. ജീവനില്ലാത്ത തുറന്ന കണ്ണുകളോടെ കിടക്കുന്ന തോറോസിനെയാണ് അവൻ കണ്ടത്. ബെരിക് ദുഃഖത്തോടെ വീണ്ടും വിളിച്ചു, തോറോസ്. അവൻ തന്റെ മേലങ്കിക്കൊണ്ട് തോറോസിന്റെ ശരീരം മൂടി. സാൻഡോർ അവന്റെ അരികിൽ മുട്ടുകുത്തിയിരുന്നു പറഞ്ഞു, ഇതൊരു നല്ല മരണമാണെന്ന് ഞാൻ പറയും. അവൻ തോറോസിന്റെ ശരീരത്തിൽ നിന്ന് ആ വീഞ്ഞുപാത്രമെടുത്തു കുടിച്ചു. ബെരിക് പ്രാർത്ഥിച്ചു, വെളിച്ചത്തിന്റെ പ്രഭോ, ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ. ഞങ്ങളുടെ ഈ അന്ധകാരത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് അങ്ങയുടെ ദാസനെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. സാൻഡോർ വീണ്ടും കുടിക്കാൻ ശ്രമിച്ചപ്പോൾ ജോൺ സ്നോ അത് പിടിച്ചുവാങ്ങി പറഞ്ഞു, നമുക്ക് ഈ ശരീരം കത്തിക്കണം. അവൻ ആ വീഞ്ഞ് തോറോസിന്റെ ശരീരത്തിലേക്കൊഴിച്ചു. അവൻ തന്റെ വാൾ കത്തിച്ചു. ഞങ്ങളുടെ ഈ അന്ധകാരത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരേണമേ, കാരണം രാത്രി ഇരുണ്ടതും ഭയപ്പെടുത്തുന്നതുമാണ്. അവൻ തോറോസിന്റെ ശരീരത്തിന് തീ കൊളുത്തി. ജോറ പറഞ്ഞു, നമ്മളെല്ലാം ഉടനെ തണുത്തുറയും. ഞാൻ ആ വെള്ളം കണ്ടതാണ്. നീ ആ വൈറ്റ് വോക്കറിനെ കൊന്നപ്പോൾ അതിനെ അനുഗമിച്ചിരുന്ന മരിച്ചവരെല്ലാം വീണുപോയി. എന്തുകൊണ്ട്? ചിലപ്പോൾ അവനായിരിക്കാം അവരെ മാറ്റിയത്. ജോൺ സ്നോ പറഞ്ഞു, നമുക്ക് ആ വാക്കറുകളെ ലക്ഷ്യം വെക്കാം. ചിലപ്പോൾ നമുക്കൊരവസരം കിട്ടിയേക്കാം. ജോൺ സ്നോ പറഞ്ഞു, ഇല്ല, നമുക്കിതിനെ തിരികെ കൊണ്ടുപോകണം. ഡ്രാഗൺ സ്റ്റോണിലേക്ക് ഇപ്പോൾ ഒരു കാക്ക പറക്കുന്നുണ്ടാകും. ഡേനേറിസ് മാത്രമാണ് നമ്മുടെ ഒരേയൊരു പ്രതീക്ഷ. ബെരിക് പറഞ്ഞു, അല്ല, മറ്റൊന്നുണ്ട്. അവൻ തന്റെ വാൾ ദൂരെ കുതിരപ്പുറത്തിരിക്കുന്ന നൈറ്റ് കിങ്ങിന് നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അവനെ കൊല്ലുക. അവനാണ് എല്ലാവരെയും മാറ്റിയത്. വിന്റർഫെല്ലിൽ വോൾക്കൻ ഒരു ചുരുൾ സൻസായ്ക്ക് നൽകി. അവൾ അത് വായിച്ചു. വോൾക്കൻ ചോദിച്ചു, മൈ ലേഡി. സൻസ പറഞ്ഞു, ഇതൊരു ക്ഷണമാണ്, കിങ്സ് ലാൻഡിംഗിലേക്ക്. മറ്റൊരു മുറിയിൽ വെച്ച് ബ്രിയൻ പറഞ്ഞു, മൈ ലേഡി, നിങ്ങളാണ് വിന്റർഫെല്ലിലെ ഭരണാധികാരി. സൻസ പറഞ്ഞു, അതെ, ഈ കൂടിച്ചേരലിൽ എന്റെ താൽപ്പര്യങ്ങളെ നിങ്ങൾ പ്രതിനിധീകരിക്കും. ബ്രിയൻ വിസമ്മതിച്ചു, അവർ നിങ്ങളെയാണ് ക്ഷണിച്ചത്. നിങ്ങളവിടെ ഉണ്ടാകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. സൻസ തറപ്പിച്ചു പറഞ്ഞു, സെർസി ലാനിസ്റ്റർ രാജ്ഞിയായിരിക്കുന്നിടത്തോളം കാലം ഞാൻ കിങ്സ് ലാൻഡിംഗിൽ കാലുകുത്തില്ല. അവർക്ക് മറ്റൊരു സ്റ്റാർക്ക് തടവുകാരനെ വേണമെങ്കിൽ അവർ വന്നെന്നെ കൊണ്ടുപോകട്ടെ. അതുവരെ ഞാൻ നിൽക്കേണ്ടിടത്ത് ഞാൻ നിൽക്കും. എനിക്കിവിടെ കുറച്ച് ജോലികൾ ചെയ്യാനുണ്ട്. അവൾ തീക്കുണ്ടത്തിനരികിലേക്ക് പോയി. ബ്രിയൻ ആശങ്കയോടെ പറഞ്ഞു, അത് സുരക്ഷിതമല്ല. സൻസ പറഞ്ഞു, സർ ജെയിം അവിടെയുണ്ടാകും.
അവൻ മുമ്പ് നിങ്ങളോട് മാന്യമായാണ് പെരുമാറിയതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ബ്രിയൻ പറഞ്ഞു. ഞാൻ എന്നെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. ലിറ്റിൽ ഫിംഗറിനൊപ്പം നിങ്ങളെ വിട്ടുപോകുന്നത് സുരക്ഷിതമല്ല. സൻസ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നിങ്ങൾ ഇവിടെയുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവനെ സന്തോഷത്തോടെ ജയിലിൽ അടയ്ക്കാനോ തലവെട്ടാനോ തയ്യാറുള്ള നിരവധി കാവൽക്കാർ എനിക്ക് വിന്റർഫെല്ലിലുണ്ട്. ബ്രിയൻ സംശയത്തോടെ ചോദിച്ചു. നിങ്ങൾ അവരുടെ വിശ്വസ്തതയെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ പിന്നിൽ നിന്ന് അവൻ അവരുമായി സംസാരിച്ചിട്ടില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സൻസ തറപ്പിച്ചു പറഞ്ഞു. എന്നെ ആരും നോക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു കുട്ടിയല്ല. ഞാൻ ലേഡി ഓഫ് വിന്റർഫെല്ലാണ്. ഇതെന്റെ വീടാണ്. ഇതാണ് എനിക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം. ബ്രിയൻ ഓർമ്മിപ്പിച്ചു. മൈ ലേഡി, നിങ്ങളെയും നിങ്ങളുടെ സഹോദരിയെയും സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ. സൻസ നിർദ്ദേശിച്ചു. കിങ്സ് ലാൻഡിംഗിലേക്കുള്ള യാത്ര ദൈർഘ്യമേറിയതാണ് ലേഡി ബ്രിയൻ. നിങ്ങൾ വേനൽക്കാലത്തെ റോഡുകളിലൂടെയല്ല യാത്ര ചെയ്യാൻ പോകുന്നത്. എത്രയും വേഗം നിങ്ങൾ പുറപ്പെടുന്നുവോ അത്രയും നല്ലതാണ് കൃത്യസമയത്ത് എത്തിച്ചേരാനുള്ള നിങ്ങളുടെ സാധ്യത. അനിഷ്ടത്തോടെയാണെങ്കിലും ബ്രിയൻ പറഞ്ഞു. ശരി മൈ ലേഡി. അവൾ അവിടെ നിന്നും പോയി. സൻസ അവൾ പോകുന്നത് നോക്കി ആഴത്തിലുള്ള ചിന്തയിലാണ്ടു. ഡ്രാഗൺ സ്റ്റോണിൽ ഡ്രാഗണുകൾക്കരികിലൂടെ നടക്കുകയായിരുന്നു ടിരിയനും ഡീനറീസും. ടിരിയൻ അപേക്ഷിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾക്ക് കഴിയില്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിക്ക് ലോകത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലത്തേക്ക് പറക്കാൻ കഴിയില്ല. ഡെനറീസ് ചോദിച്ചു. പിന്നെ ആർക്കു കഴിയും? ടിരിയൻ പറഞ്ഞു. ആർക്കും കഴിയില്ല. പോകുമ്പോൾ അവർക്കതിന്റെ അപകടം അറിയാമായിരുന്നു. നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് സിംഹാസനം നേടാൻ കഴിയില്ല. നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് ആ ചക്രം തകർക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ടിരിയൻ അപേക്ഷിച്ചു. ഒന്നും ചെയ്യരുത്. ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. നിങ്ങൾ മരിച്ചാൽ നമുക്കെല്ലാം നഷ്ടപ്പെടും. ഡെനറീസ് മുറിച്ചു പറഞ്ഞു. ഇതിനു മുമ്പും ഒന്നും ചെയ്യരുതെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളെ കേൾക്കുകയും ചെയ്തു. ഞാൻ ഇനിയൊരിക്കലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. അവൾ ഡ്രോഗണിന്റെ പുറത്തു കയറി ആ 3 ഡ്രാഗണുകളും ആകാശത്തേക്ക് ഉയർന്നു പറന്നു. മരവിച്ച ആ തടാകത്തിൽ സാൻഡോർ മരിച്ചവരുടെ സൈന്യത്തിനു നേരെ നോക്കി നിന്നു. അവൻ ഒരു കല്ലെടുത്ത് ആ കൂട്ടത്തിലേക്ക് എറിഞ്ഞു. അതൊരു സൈനികന്റെ താടിയെല്ല് തകർത്തുകളഞ്ഞു. അവൻ എറിയാനായി മറ്റൊരു കല്ലുകൂടിയെടുത്തു. പക്ഷേ ആ കല്ല് തെന്നിമാറി താടിയെല്ല് തകർന്ന ആ സൈനികന്റെ കാലിനരികിൽ ചെന്നു വീണു. ആ സൈനികൻ ഐസ് കട്ടിയായ കാര്യം മനസ്സിലാക്കി. താടിയെല്ലില്ലാത്ത ആ സൈനികൻ തടാകത്തിന് കുറുകെ നടക്കാൻ തുടങ്ങി. സംഘം ഉടൻ തന്നെ എഴുന്നേറ്റ് തങ്ങളുടെ ആയുധങ്ങൾ പുറത്തെടുത്തു. കൂടുതൽ സൈനികർ മുന്നോട്ട് വരാൻ തുടങ്ങി. ബെരിക് തന്റെ വാൾ കത്തിച്ചു. സാൻഡോർ അലറി. അവൻ ആ സൈനികന് നേരെ നടന്നുചെന്ന് തന്റെ വലിയ ചുറ്റിക കൊണ്ട് അവനെ തവിടുപൊടിയാക്കി. വളരെ വേഗം തന്നെ വലിയൊരു യുദ്ധം അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. ജോൺ സ്നോ ജോറായും ഒരു ടീമായി പോരാടിയപ്പോൾ മറ്റുള്ളവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പൊരുതി. ടോർമണ്ട് സൈനികരെ വെട്ടിവീഴ്ത്തി. ബെരിക് അവരെ തന്റെ തീവാളുകൊണ്ട് കത്തിച്ചു. അപ്പോഴേക്കും ആ സൈനികൻ വീണ്ടും എഴുന്നേറ്റ് സാൻഡോറിന് നേരെ പാഞ്ഞടുത്തു. സാൻഡോർ തന്റെ ചുറ്റിക ശക്തിയായി ഐസിലേക്ക് അടിച്ചിറക്കി. ആ സൈനികൻ മരവിച്ച വെള്ളത്തിലേക്ക് വീണ് അപ്രത്യക്ഷനായി. പക്ഷെ അതോടെ ആയിരക്കണക്കിന് സൈനികർ ആ ദ്വീപിലേക്ക് ഇരച്ചുകയറാൻ തുടങ്ങി. അവർ പിടിച്ചുവച്ചിരുന്ന ആ വൈറ്റ് വീണ്ടും കുതറാൻ തുടങ്ങി. സാൻഡോർ തന്റെ ചുറ്റിക വലിച്ചെറിഞ്ഞ് ഒരു കഠാരയെടുത്ത് സൈനികരുമായി അടുത്ത പോരാട്ടം തുടങ്ങി. അവനരികിലായി ടോർമണ്ടും ശത്രുക്കളെ നേരിടുന്നുണ്ടായിരുന്നു. സൈനികർ അതിവേഗത്തിൽ വന്നുകൊണ്ടിരുന്നു. പ്രതിരോധം ഭേദിച്ചു വന്ന ഒരു സൈനികനെ ജോൺ സ്നോ കുത്തിവീഴ്ത്തി. സംഘം അതികഠിനമായി പോരാടി. ഒരു വൈൽഡ്ലിംഗ് താഴെയുള്ള കൂട്ടത്തിലേക്ക് വീഴുകയും അവനെ അവർ പിച്ചു ചീന്തുകയും ചെയ്തു. ഇത് കണ്ട് ജോൺ സ്നോ ഭയന്നുപോയി. അവരെല്ലാവരും ഒരു മൂലയിലായി. ടോർമണ്ടും ജോൺ സ്നോവും പരസ്പരം നോക്കി. ഇത് അവസാന നിമിഷമാണെന്ന് അവർക്ക് തോന്നിപ്പിച്ചു. ഡ്രോഗൺ ആകാശത്തുനിന്നും മരിച്ചവരുടെ സൈന്യത്തിനുമേൽ തീമഴ പെയ്ച്ചു. ഡെനേരിസ് അവന്റെ പുറത്തുണ്ടായിരുന്നു. റേഗലും വിസേരിയനും ഒപ്പം ചേർന്ന് സൈന്യത്തെ ചുട്ടരിച്ചു. ഐസ് ഉരുകുകയും സൈനികർ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവുകയും ചെയ്തു. ജോൺ സ്നോനെ അവൾ കൂടെ വരാൻ വിളിച്ചെങ്കിലും അതിനു മുമ്പ് സൈനികർ വീണ്ടും ആക്രമണം ആരംഭിച്ചു. മരവിച്ച തടാകത്തിനു മുകളിൽ ഒരു വൈറ്റ് വാക്കർ തന്റെ കുതിരയിൽ നിന്ന് ഒരു ഐസ് കുന്തമെടുത്ത് നൈറ്റ് കിങ്ങിന് നൽകി. നൈറ്റ് കിങ് മുന്നോട്ട് നടന്നു. സംഘം പോരാട്ടം തുടർന്നുകൊണ്ട് ഡ്രോഗണിന്റെ പുറത്തേക്ക് കയറാൻ ശ്രമിച്ചു. ജോറ അലറി. ജോൺ സ്നോ മാത്രം താഴെ നിന്ന് ശത്രുക്കളെ നേരിട്ടു.
സാൻഡോർ, ബെറിക്, ടോർമണ്ട് എന്നിവർ ഡ്രോഗണിന്റെ പുറത്തു കയറി. താഴെ പോരാടുന്ന ജോൺ സ്നോനെ ഡെനറിസ് ആശങ്കയോടെ നോക്കി. നൈറ്റ് കിങ് കുന്തം തയ്യാറാക്കി. അവൻ അത് പറക്കുന്ന വിസേരിയന് നേരെ എറിഞ്ഞു. ആ കുന്തം ലക്ഷ്യം തെറ്റാതെ ഡ്രാഗണിന്റെ ശരീരത്തിൽ തുളച്ചുകയറി. അവിടെ നിന്ന് തീ പുറത്തേക്ക് ചിതറി. ആ വലിയ ഡ്രാഗൺ ഭയാനകമായി അലറിക്കൊണ്ട് താഴേക്ക് പതിച്ചു. അതിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റി. അത് ആ മരവിച്ച തടാകത്തിലേക്ക് വലിയ ശബ്ദത്തോടെ വീണു. ഐസ് പൊട്ടിത്തകർന്നു. ആ വെള്ളത്തിലേക്ക് അത് താഴ്ന്നു പോകാൻ തുടങ്ങി. താഴെ ജോൺ സ്നോ വീണ്ടും പോരാട്ടം തുടർന്നു. അവന്റെ കണ്ണുകൾ നൈറ്റ് കിങ്ങിന്റെ കണ്ണുകളുമായി ഉടക്കി. മറ്റൊരു വൈറ്റ് വാക്കർ അടുത്ത കുന്തം എടുത്തു നൽകി. ജോൺ സ്നോ അലറി, പോകൂ. അവൻ ഡ്രോഗണിന്റെ അടുത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും കുറച്ച് സൈനികർ അവനെ ആക്രമിക്കുകയും അവൻ അവരോടൊപ്പം തടാകത്തിലെ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. ജോൺ സ്നോ ഉയർന്നുവരുമെന്ന പ്രതീക്ഷയിൽ ഡെനറിസ് കുറച്ചുനേരം കാത്തുനിന്നു. എന്നാൽ അവൻ ആ മരവിച്ച വെള്ളത്തിനടിയിൽ ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്നു. നൈറ്റ് കിങ് അടുത്ത കുന്തം എറിയാനായി തയ്യാറെടുത്തു. ഡെനറിസ് പറന്നുയരാൻ ഡ്രോഗണിന് നിർദ്ദേശം നൽകി. ആളുകളുടെ ഭാരം കാരണം അത് ബുദ്ധിമുട്ടിയാണ് പറന്നുയർന്നത്. നൈറ്റ് കിങ് ആ കുന്തമെറിഞ്ഞു. അവർ പറന്നുപോകുമ്പോൾ ഡെനറിസ് ദുഃഖത്തോടെ താഴേക്ക് നോക്കി. ജോൺ സ്നോന്റെ യാതൊരു ലക്ഷണവുമില്ലായിരുന്നു. അവളുടെ ഹൃദയം നുറുങ്ങി. മരവിച്ച തടാകത്തിൽ നൈറ്റ് കിങ് തന്റെ കുതിരപ്പുറത്ത് കയറി. ആ സൈന്യം അവിടെ നിന്നും മടങ്ങിത്തുടങ്ങി. ലോങ് ക്ലോയുടെ പിടി ഐസിൽ കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ജോൺ സ്നോ വെള്ളത്തിൽ നിന്നും ഉയർന്നുവന്നു. അവൻ വളരെ കഷ്ടപ്പെട്ട് ആ ഐസിലേക്ക് കയറി. കുറച്ചുനേരം വിശ്രമിച്ച ശേഷം അവൻ നടക്കാൻ തുടങ്ങി. എന്നാൽ അവശനായ അവനെ സൈന്യം കണ്ടു. അവൻ മുട്ടുകുത്തി വീണു. തന്റെ വാളുപയോഗിച്ച് എഴുന്നേറ്റ് അവർക്ക് നേരെ തിരിഞ്ഞുനിന്നു. അപ്പോഴാണ് കത്തുന്ന ഒരായുധവുമായി ഇരുണ്ട കുതിരപ്പുറത്ത് ഒരാൾ അവർക്കിടയിലൂടെ കുതിച്ചുവന്നത്. അത് ബെഞ്ചൻ സ്റ്റാർക്കായിരുന്നു. ജോൺ സ്നോ അത്ഭുതത്തോടെ വിളിച്ചു, അങ്കിൾ ബെഞ്ചൻ. ബെഞ്ചൻ അവനെ പിടിച്ച് കുതിരപ്പുറത്ത് കയറ്റി. അവൻ പറഞ്ഞു, നീ ചുരം ലക്ഷ്യമാക്കി പോകൂ. ജോൺ സ്നോ പറഞ്ഞു, എന്റെ കൂടെ വരൂ. ബെഞ്ചൻ പറഞ്ഞു, ഇനി സമയമില്ല. അവൻ ആ കുതിരയെ ശക്തിയായി അടിച്ച് മുന്നോട്ട് പായിച്ചു. അവൻ വീണ്ടും ആയുധം കത്തിച്ചു. ആ വലിയ സൈന്യം അവനെ വളഞ്ഞു. ആ വെളിച്ചം അണഞ്ഞുപോയി. വടക്കൻ തീരത്തെ മതിലിനരികിലൂടെ സാൻഡോർ, ബെറിക്, ടോർമണ്ട് എന്നിവർ നടക്കുകയായിരുന്നു. സാൻഡോർ ആ വൈറ്റിനെ ചുമലിലേറ്റിയിരുന്നു. അവർ ബോട്ടിലെത്തിയപ്പോൾ അവൻ അതിനെ യാതൊരു ദയയുമില്ലാതെ ബോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഡ്രോഗൺ അവർക്ക് മുകളിലൂടെ പറന്നുപോയി. മതിലിനു മുകളിൽ ഒരു കാവൽഗോപുരത്തിൽ ഡെനറീസും ജോറായും നിൽപ്പുണ്ടായിരുന്നു. ജോറ പറഞ്ഞു, നമുക്ക് പോകാൻ സമയമായി മഹാറാണി. അവൾ പറഞ്ഞു, കുറച്ചുകൂടി നിൽക്കാം. ഒടുവിൽ നിരാശയോടെ അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ദൂരെ നിന്ന് കാഹളത്തിന്റെ ശബ്ദം കേട്ടത്. ഒരു കാവൽക്കാരൻ വിളിച്ചു പറഞ്ഞു, ഒരു കുതിരക്കാരൻ വരുന്നുണ്ട്. ഡെനറീസും ജോറായും താഴേക്ക് നോക്കി. തളർന്നവശനായി കുതിരപ്പുറത്ത് കിടക്കുന്ന ജോൺ സ്നോ ആയിരുന്നു അത്. ഡെനറീസ് ആശ്വാസത്തോടെ അവനെ നോക്കി. മതിലിനരികിലുള്ള കപ്പലിന്റെ ഉള്ളിൽ ഡാവോസും ജോലിക്കാരും ചേർന്ന് ജോൺ സ്നോനെ ശുശ്രൂഷിക്കുകയായിരുന്നു. അവന്റെ വസ്ത്രങ്ങൾ മാറ്റിയപ്പോൾ മുറിവുകളാൽ നിറഞ്ഞ ആ ശരീരം ഡെനറീസ് കണ്ടുനിന്നു. അതേസമയം വിന്റർഫെല്ലിൽ സൻസ ആര്യയുടെ മുറിയിലേക്ക് കയറി. അവിടെ ലിറ്റിൽ ഫിംഗറിന്റെ കഠാര കിടപ്പുണ്ടായിരുന്നു. അവൾ ഒരു സഞ്ചി തുറന്നപ്പോൾ അതിൽ മനുഷ്യരുടെ മുഖംമൂടികൾ കണ്ടു. അവൾ ഭയന്നുപോയി. അപ്പോഴാണ് ആര്യ ശബ്ദമുണ്ടാക്കാതെ അവളുടെ പിന്നിൽ വന്നു നിന്നത്. സൻസ ചോദിച്ചു, എന്താണ് ഈ സാധനങ്ങൾ? ആര്യ പറഞ്ഞു, എന്റെ മുഖങ്ങൾ. സൻസ ചോദിച്ചു, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? ആര്യ പറഞ്ഞു, ബ്രാവിസിൽ വെച്ച് ഞാനൊരു മുഖമില്ലാത്തവളാകാൻ പരിശീലനം നേടുന്ന സമയത്ത്. സൻസ ചോദിച്ചു, അതുകൊണ്ടെന്താണ് അർത്ഥമാക്കുന്നത്? ആര്യ അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ബ്രാവിസിൽ എനിക്കെന്റെ ആദ്യത്തെ മുഖം ലഭിക്കുന്നതിനു മുമ്പ് ഞാനൊരു കളി കളിക്കുമായിരുന്നു. മുഖങ്ങളുടെ കളി. വളരെ ലളിതമാണ്. ഞാൻ നിന്നോട് നിന്നെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കും. നീ ഒരു നുണസത്യം പോലെ പറയാൻ ശ്രമിക്കണം. നീ എന്നെ കബളിപ്പിച്ചാൽ നീ ജയിക്കും. ഞാൻ നുണ പിടിച്ചാൽ നീ തോൽക്കും. നമുക്ക് കളിക്കാം. സൻസ വിറയലോടെ പറഞ്ഞു, എനിക്ക് കളിക്കാൻ താൽപ്പര്യമില്ല. എന്നാൽ ആര്യ ചോദ്യം ചോദിച്ചു, ജോൺ സ്നോ രാജാവായതിൽ നിനക്കെന്താണ് തോന്നുന്നത്? അവന് പകരം മറ്റാരെങ്കിലും വടക്ക് ഭരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? സൻസ ഭയത്തോടെ ചോദിച്ചു, ഈ മുഖങ്ങൾ അതെന്താണ്? ആര്യ പറഞ്ഞു, നിനക്ക് ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടോ? എന്നോട് അവസാനമായി ചോദ്യങ്ങൾ ചോദിച്ചയാൾക്ക് ഈ കളി അത്ര ഗുണകരമായിരുന്നില്ല. സൻസ നിലവിളിച്ചു, അതെന്താണെന്ന് എന്നോട് പറയൂ. ആര്യ പതുക്കെ പറഞ്ഞു, നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ രണ്ടുപേർക്കും മറ്റാരുമെങ്കിലുമാകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. നിനക്കൊരു രാജ്ഞിയാകണമായിരുന്നു. മനോഹരനായ ഒരു രാജാവിനൊപ്പം സിംഹാസനത്തിലിരിക്കാൻ. എനിക്കൊരു പോരാളിയാകണമായിരുന്നു. അച്ഛനെപ്പോലെ വാളെടുത്ത് യുദ്ധത്തിന് പോകാൻ. നമ്മൾ രണ്ടാളും ആഗ്രഹിച്ചതുപോലെ ആയില്ല, അല്ലേ? പെൺകുട്ടികൾക്ക് അവരെന്താകണമെന്ന് തീരുമാനിക്കാൻ ഈ ലോകം അനുവദിക്കില്ല. പക്ഷേ എനിക്കിപ്പോൾ കഴിയും. ഈ മുഖങ്ങൾ വെച്ച് എനിക്ക് തിരഞ്ഞെടുക്കാം. എനിക്ക് മറ്റൊരാളാകാം. അവരുടെ ശബ്ദത്തിൽ സംസാരിക്കാം.
അവരുടെ ശരീരത്തിൽ ജീവിക്കാം. എനിക്ക് നീയാകാനും കഴിയും. അവൾ മേശപ്പുറത്തുനിന്നും ആ കഠാരയെടുത്തു. അവൾ സാൻസയ്ക്ക് നേരെ നടന്നു ചെന്നു. ആ മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചാൽ എങ്ങനെയുണ്ടാകുമെന്ന് എനിക്കറിയണമെന്നുണ്ട്. ലേഡി ഓഫ് വിന്റർഫെല്ലാകുമ്പോൾ എനിക്കറിയേണ്ടത് നിന്റെ മുഖം എങ്ങനെയിരിക്കുമെന്നാണ്. അവൾ ആ കഠാര സൻസയുടെ നേരെ നീട്ടി. സൻസ ഭയന്നുവിറച്ച് ആ കഠാര വാങ്ങി. ആര്യ അവിടെ നിന്നും പോയി. കടലിലൂടെ പോകുന്ന കപ്പലിന്റെ ഉള്ളിൽ ജോൺ സ്നോ കണ്ണു തുറന്നു. അവൻ കാഴ്ചകൾ വ്യക്തമായപ്പോൾ ഡേനറിസ് തനിക്കരികിൽ നിൽക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എന്നോട് ശരിക്കും ക്ഷമിക്കണം. ഡേനറിസ് ഇല്ലെന്ന് തലകുലുക്കി. ജോൺ സ്നോ അവളുടെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കിതൊന്ന് തിരികെ മാറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്നു ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരിക്കലും പോയില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവൾ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പോയില്ലായിരുന്നെങ്കിൽ ഞാനിതൊന്നും കാണില്ലായിരുന്നു. അറിഞ്ഞിരിക്കാൻ അത് കാണേണ്ടതുണ്ട്. ഇപ്പോൾ എനിക്കറിയാം, ഡ്രാഗണുകൾ എന്റെ കുട്ടികളാണ്. എനിക്കൊരിക്കലും ഉണ്ടാകാൻ പോകുന്ന ഒരേയൊരു കുട്ടികൾ അവർ മാത്രമാണ്. നിനക്കത് മനസ്സിലാകുന്നുണ്ടോ? ജോൺ സ്നോ അതെ എന്ന് തലകുലുക്കി. അവൾ തുടർന്നു, നമ്മൾ ആ നൈറ്റ് കിങ്ങിനെയും അവന്റെ സൈന്യത്തെയും നശിപ്പിക്കും. നമ്മളത് ഒരുമിച്ച് ചെയ്യും. ഞാൻ നിനക്ക് വാക്ക് തക്കുന്നു. അവൻ പറഞ്ഞു, നന്ദി ഡാനി. അവൾ ചോദിച്ചു, ഡാനി, അതെന്റെ സഹോദരനായിരുന്നു. അവനെപ്പോലെ ആകാനാണോ നീ ആഗ്രഹിക്കുന്നത്? ഡാനി എന്നല്ല, എന്റെ രാജ്ഞി എന്നായാലോ? ഞാൻ മുട്ടുകുത്തുമായിരുന്നു. പക്ഷേ അവൾ ചോദിച്ചു, നിന്നോട് കൂറ് പ്രഖ്യാപിച്ചവരുടെ കാര്യമോ? അവൻ പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് അവർ മനസ്സിലാക്കും. അവർ പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അതിന് അർഹയാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ അർഹയാണ്. അവൾ കൈ പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും ജോൺ സ്നോ വിട്ടില്ല. കുറച്ചുനേരം അവർ അങ്ങനെ നിന്നു. ഒടുവിൽ അവൻ അവളുടെ കൈ വിട്ടു. അവൾ പറഞ്ഞു, നീ കുറച്ചുനേരം വിശ്രമിക്കണം. അവൻ കണ്ണുകളടച്ചു. അവൾ അവിടെ നിന്നും പോയി. അതേസമയം ആ മരവിച്ച തടാകത്തിൽ മരിച്ചവരുടെ സൈന്യം വലിയ ചങ്ങലകൾ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐസ് പൊട്ടിച്ച് വിസേരിയനിന്റെ തല പുറത്തേക്ക് വന്നു. സൈന്യം ആ വലിയ ഡ്രാഗണിനെ കരയിലേക്ക് വലിച്ചുകയറ്റി. നൈറ്റ് കിങ് ആ ഡ്രാഗണിന്റെ മൃതദേഹത്തിനടുത്തേക്ക് വന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.